ആരെയും കൊതിപ്പിക്കുന്ന നല്ലൊരു പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. ആ ഒരു ക്രീമി ആ ഒരു ചെമ്മീൻ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ. അപ്പോൾ അതിനായിട്ട് ഇതാ ചെമ്മീൻ ഞാനൊരു 1/2 കിലോയിലും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു വാല് വെച്ചിട്ടാട്ടോ ചെമ്മീൻ കട്ട് ചെയ്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഉപ്പ് മാത്രം തേച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. 2 വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് സൺഫ്ലവർ ഓയിൽ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഓയിൽ അതിൽ പാനിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ 2 വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ചെമ്മീൻ മാറ്റി വെക്കണം. ചെമ്മീൻ അധികം വേവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുള്ളൂ. ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ബട്ടർ മെൽട്ടാക്കുന്ന സമയത്ത് അതിലോട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ പാസ്ലി ലീവ്സ് അല്ലെങ്കിൽ കൊറിയൻഡർ ലീവ്സ് അതൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് അതിലോട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം ഒരു ടിന്ന് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്ത ശേഷം, തിളയ്ക്കാൻ പാടില്ല, ആ സമയത്ത് ഇതിലോട്ട് ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഈ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. തിളച്ച് മറിയരുത്. തേങ്ങാപ്പാൽ കട്ടിയുള്ള ചേർത്തുകൊണ്ട് തന്നെ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ തിളയ്ക്കുന്ന സമയത്ത് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടി ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോമ്പിനൊക്കെ നമുക്ക് ഇതുപോലെ മസാല ഇല്ലാത്ത കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ ഇത് പൊറോട്ട, ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ പാൽക്കൊഞ്ച് ട്രൈ ചെയ്യാം കേട്ടോ.